Okay, let's continue our topic. Then next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിലെയർ പെർസെപ്ട്രോൺസ് ആണ്. ദാറ്റ് ഇസ് ഷോർട്ട് ആയിട്ട് നമുക്ക് MLP എന്ന് പറയാൻ പറ്റും. അപ്പോൾ സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് വീഡിയോയിൽ. ദെൻ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MLVനെ കുറിച്ചാണ്. അപ്പം സിംഗിൾ ലെയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് ലെയർ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഇൻപുട്ട് ലെയറും അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലെയറും. ബട്ട് നമ്മൾ MLPയിലേക്ക് വരുന്ന സമയത്ത് അവിടെ 3 ലെയേഴ്സ് വരുന്നുണ്ട്. ഒരു ഇൻപുട്ട് ലെയറും ദെൻ ഒരു ഹിഡൻ ലെയർ വരുന്നുണ്ട്. ഹിഡൻ ലെയർ എന്ന് പറയുമ്പോൾ ഒരു ഹിഡൻ ലെയർ ആവും, രണ്ട് ഹിഡൻ ലെയർ ആവും, ദെൻ എൻഡ് ഹിഡൻ ലെയർ ആവും, ദെൻ അതിന്റെ കൂടാതെ തന്നെ കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് ലെയറും വരുന്നുണ്ട്. അതാണ് മൾട്ടി ലെയർ പെർസെപ്ട്രോണിൽ പറയുന്നത്. ഓക്കെ, ഇസ് എ ഫീഡ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ദാറ്റ് ജനറേറ്റ് എ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫ്രം എ സെറ്റ് ഓഫ് ഇൻപുട്സ്. ഇതെന്ന് പറഞ്ഞ ഒരു ഫീഡ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. Okay, that generates a set of output from a set of input. ഒരു set of input എന്നത് ഒരു set of outputs generate ചെയ്യാണ് ചെയ്യുന്നത്. And MLP is characterized by several layers of input nodes connected as a directed graph between the input and output layers. Okay, then MLP uses a back propagation for training the network. MLP is a deep learning method. അപ്പം ഇതിൽ ഈ ഫീഡ് ഫോർവേഡ് ആർട്ടിഫിഷ്യൽ എന്താണ്, അതുപോലെ ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഫുൾ കണ്ടാലേ നമുക്ക് അതെന്താണെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു MLP എന്ന് പറയുന്നത് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇതിന്റെ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലെയേഴ്സിന്റെ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ലെയേഴ്സിന്റെയും ഇൻപുട്ട് ലെയേഴ്സിന്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ബിറ്റ്വീനിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആയിട്ടാണ് നമ്മൾ എന്ത് ഈ ഒരു MLP കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് യൂസ് എ ബാക്ക് പ്രൊപ്പഗേഷൻസ് ലേണിംഗ് അൽഗോരിതം അല്ലെങ്കിൽ ബാക്ക് പ്രൊപ്പഗേഷൻ മെത്തേഡ് ആണ് ഇവിടെ ഈ MLPസിൽ ഒരു നെറ്റ്വർക്കിനെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ഡീപ്പ് ലേണിംഗ് മെത്തേഡ് ആണ്. It is widely used for solving problems that require supervised learning as well as research into computational neuroscience and പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്. ഇപ്പൊ ഇത് എവിടേക്കാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിന്റെ അപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് സ്പീച്ച് റെക്കഗ്നിഷൻ, ഇമേജ് റെക്കഗ്നിഷൻ ആൻഡ് മെഷീൻ ട്രാൻസ്ലേഷൻസ്. Okay, then multi-layer perceptron is a class of neural network that is made up of at least 3 nodes. ഇപ്പൊ ഞാൻ പറഞ്ഞ 3 layers, അതിനെ 3 layers പറയുന്നത് അതിനെ 3 nodes ആയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Each of the nodes of the multi-layer perceptron except the input node is a neuron that use a non-linear activation function. ഇവിടെ ഇൻപുട്ട് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. ബട്ട് ബാക്കിയുള്ള ഇതിൽ വരുന്ന ഈ ഒരു ഇൻപുട്ട് ഒഴികെ ബാക്കിയെല്ലാം എന്താണ് ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇൻപുട്ടിനോട് എന്താ യൂസ് ചെയ്തിരിക്കുന്നത്, യൂസ് എ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ നോട്ട്സ് മൂന്നായിട്ടുണ്ട് പറഞ്ഞു. അപ്പം ആ നോട്ട്സുകളാണ് ഒരു ഇൻപുട്ട് ലെയർ ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഉണ്ട്, ദെൻ ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. ആ ഹിഡൻ ലെയേഴ്സ് എവിടെയായിരിക്കും ഉണ്ടാവുക, ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും ബിറ്റ്വീൻസിലാണ് ആ ഹിഡൻ ലെയേഴ്സ് എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പിക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് ലെയർ ഉണ്ട്, ഇൻപുട്ട് ലെയേഴ്സിൽ ഇൻപുട്സ് ഉണ്ടാവും, അതിന് അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഹിഡൻ ലെയർ ഉണ്ട്. ഇവിടെ ഒരൊറ്റ ഹിഡൻ ലെയറേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 2 ഹിഡൻ ലെയർ ഉണ്ടെങ്കിൽ ഒരു ഹിഡൻ ലെയർ ഇവിടെ വരയ്ക്കാൻ പറ്റും. ദെൻ ആ ഹിഡൻ ലെയറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലെയർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ലെയറിലാണ്. Okay, that is a multi-layer person has one input layer for each input. There is a one neuron അല്ലെങ്കിൽ ഒരു നോഡ് ഉണ്ടാവും ഒരു ഇൻപുട്സിൽ, ആൻഡ് ഇറ്റ് ഹാസ് വൺ ഔട്ട്പുട്ട് ലെയർ വിത്ത് എ സിംഗിൾ നോഡ്. ഒരു നോഡിന് ഒരു ഇൻപുട്ടും ഒരു നോഡിന് ഒരു കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ടും ആണ് ഉണ്ടാവുക. ദെൻ ഇറ്റ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ്, എനി നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സിന് അതിന് പറ്റും. ദെൻ ഈച്ച് ഹിഡൻ ലെയർ ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് നോഡ്സ്. ഇവിടെ ഇൻപുട്സിൽ ഒരു ഇൻപുട്ടിന് ഒരു നോഡും ഒരു ഔട്ട്പുട്ടിന് ഒരു നോഡും ആണെങ്കിൽ, ബട്ട് ഹിഡൻ ലെയേഴ്സിന് എന്താ മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ എനി നമ്പർ ഓഫ് നോഡ്സും ഉണ്ടാവും. ഓക്കെ, ദെൻ സിംഗിൾ ലെയർ പെർസെപ്ഷനിൽ അത് ലീനിയർ ഫങ്ഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ലേൺ ചെയ്യുന്നത് ലീനിയർ ഫങ്ഷൻസ് ആണ്. എല്ലാം ഇൻപുട്ട് ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും ആക്ടിവേഷൻ ഫങ്ഷൻ ആണെങ്കിലും ലീനിയർ ഫങ്ഷൻസ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. ഈ മൾട്ടി ലെയർ പെർസെപ്ട്രോണിലേക്ക് വരുന്ന സമയത്ത് അവിടെ നോൺ ലീനിയർ ഫങ്ഷൻസും അത് ലേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു MLPന്റെ ഒരു സിസ്റ്റമാറ്റിക് ഡയഗ്രാം ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇൻപുട്സ് ഉണ്ട്, കറസ്പോണ്ടിങ് ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, ദെൻ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇൻപുട്ട് ലെയർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഇനീഷ്യൽ ലെയർ ഓഫ് ദ നെറ്റ്വർക്ക് വിച്ച് ടേക്ക് ഇൻ ആൻ ഇൻപുട്ട് വിച്ച് വിൽ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട്. ഇൻപുട്ട്
accept ചെയ്യുന്നത് ഇൻപുട്ട് ലെയറിൽ നിന്ന് വെച്ചിട്ടാണ്. Then hidden layers എന്ന് പറഞ്ഞാൽ the networks need to have at least one hidden layer. ഒരു മൾട്ടി ലെയർ പെർസെപ്ട്രോണിൽ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഹിഡൻ ലെയർ എന്തായിരിക്കും മസ്റ്റ് ആയിട്ട് വേണം. Okay, the hidden layer perform computations and operations on the input data to produce something meaningful. ഇത് കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഇൻപുട്ട് ഡാറ്റാസ് വെച്ചിട്ട്. എന്നാൽ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു സംതിങ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് ലെയർ എന്ത് ചെയ്യും? ദ ന്യൂറോൺ ഇസ് ദിസ് ലെയർ ഡിസ്പ്ലേ മീനിങ്ഫുൾ ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ഈ ഇഡൻ ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സംതിങ് മീനിങ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടന്റ് നമ്മൾ ഔട്ട്പുട്ട് ലെയറിലേക്ക് പാസ് അയക്കുന്നു. ഔട്ട്പുട്ട് ലെയർ അതേപോലെ തന്നെ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പറയേണ്ട ഒരു നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അൽഗോരിതം ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറഞ്ഞാൽ ബാക്ക് പ്രൊപ്പഗേഷൻ ആണ്. അപ്പം ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം എന്താണ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ MLPന്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. നമ്മൾ ആ ഒരു സിംഗുലറിൽ തന്നെ വർക്കിംഗിന്റെ സെയിം തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഹിഡൻ ലെയർ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞ ഒരു ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് ആണ്. ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ which means that the data is transmitted from the input layer to the output layer in the forward direction. Yes, feed forward. അത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും ഒരു ഫോർവേഡ് ആണ്. ദാറ്റ് മീൻസ് അവിടെ ഇൻപുട്ട് ഡാറ്റ ഔട്ട്പുട്ട് ഡാറ്റയിലേക്ക് അല്ലെങ്കിൽ ഇൻപുട്ട് ലെയറിൽ നിന്ന് ഔട്ട്പുട്ട് ലെയറിലേക്ക് ആ ഒരു ഡാറ്റ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരു ഫോർവേഡ് ഡയറക്ഷൻ ആണ്. അതാണ് MLPനെ നമ്മൾ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻപുട്ട് X1 X2 X3 എടുക്കുന്നുണ്ട്, പ്ലസ് അതിന്റെ ബയാസ് വാല്യൂസും എടുക്കുന്നുണ്ട്. ദെൻ വെയിറ്റ്സ് ഉണ്ടാവും ഓരോ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് വെയിറ്റ്സ് ഉണ്ട്. W1 W2 എക്സെട്ര. ദെൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ആ ഒരു വാല്യൂസ് ആഡ് ചെയ്യുന്നു, അതിന്റെ കൂടെ ബയാസ് വാല്യൂസും ആഡ് ചെയ്തിട്ട് സമ്മേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നു. അപ്പം ഇൻ ദ അബോവ് ഡയഗ്രാം നോഡ്സ് ഇൻ ദ ഇൻപുട്ട് ലെയർ എന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Then every node in the multilayer perceptron use the activation functions. ഇവിടെ ഓരോ ലെയറിലും ഓരോ നോഡും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എവറി നോഡ് മൾട്ടിലെയർ പെർസെപ്ട്രോണിൽ എവറി നോഡും ഓരോ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എവറി ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ടേക്സ് the single number and performs a certain fixed mathematical operations on it. ഒരു സിംഗിൾ നമ്പർ ടേക്ക് ചെയ്തിട്ട് ഒരു ഫിക്സഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അതിന്റെ മുകളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ദർ ആർ സെവറൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഓൾറെഡി ആക്ടിവേഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതൊക്കെയായിരുന്നു ആ ഒരു ലോജിസ്റ്റിക്കൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ അതുപോലെ ഹൈപ്പർബോളിക് ടാൻജന്റിന്റെയും ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നുകൂടെ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻസിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആയിരുന്നു. ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ ഈ ആക്ടിവേഷൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് അല്ലേ? അപ്പോൾ the activation functions combine the input to the neuron with the weights and then add bias to produce the output. അപ്പം ഒരു പ്രൊഡ്യൂസ് ചെയ്ത ന്യൂറോണിന്റെ ആ ഒരു ഔട്ട്പുട്ട് പെർസെപ്ട്രോൺ ആണോ അല്ലയോ എന്ന് നമുക്ക് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ 1 എന്ന് പറയുകയാണെങ്കിൽ അതായത് 1 റിട്ടേൺ ചെയ്യുന്നു, 0 റിട്ടേൺ ചെയ്യുന്നു. 1 ആണെങ്കിൽ അതിന്റെ ആ ഒരു സമ്മേഷൻ അല്ലെങ്കിൽ വെയിറ്റഡ് സം പ്ലസ് ബയാസ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് 1 റിട്ടേൺ ചെയ്യുന്നു, 0 ആണെങ്കിൽ അത് ലെസ് ദാൻ 0 റിട്ടേൺ ചെയ്യുന്നത് ലെസ് ദാൻ 0 ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഹൈപ്പർബോളിക് ടാൻജന്റ് ഫംഗ്ഷൻ എന്നാൽ അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 to 1 ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് ആണ്. അതിനെ നമുക്ക് ReLU എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വിച്ച് ഈസ് said to have a better performance than the logistic function and the hyperbolic tangent function. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ലോജിസ്റ്റിക്കിനെയും ഹൈപ്പർബോളിക് ഫംഗ്ഷനേക്കാളും കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഏത് റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് അല്ലെങ്കിൽ ReLU എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ. 3 ടൈപ്പ് ഓഫ് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് ആണ് ഇത്. നമ്മളിവിടെ ഒരു MLP ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ബയാസ് വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം with the activation functions we can calculate the output of any neuron in the MLP, as if W denotes the vector weights, X denotes the inputs, B is the bias and theta is the activation function. ഇവിടെ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താ എടുക്കുന്നത്? തീറ്റ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. then എന്തായിരിക്കും നമ്മൾ ആ ഒരു ith ന്യൂറോൺ ഔട്ട്പുട്ട് y would be like എന്തായിരിക്കും നമ്മൾ ആ ഒരു ലാസ്റ്റത്തെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y is equal to അതിന്റെ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നത് I equal to
1 to n ആണ്. ദെൻ അതിന്റെ ആ ഒരു ഇൻപുട്ടും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള അതിന്റെ അതും അതിനോട് ബയാസ് വാല്യൂ കൂടെ ആഡ് ചെയ്തിട്ടുള്ള സമ്മേഷൻ ഫംഗ്ഷൻ ആണ് ഇത്. ഇതാണ് നമ്മളെ y ഈക്വൽ ടു സമ്മേഷൻ ഓഫ് i ഈക്വൽ ടു 1 to n wxi പ്ലസ് ബി. അത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? തീറ്റ നമ്മളെ ആക്ടിവേഷൻ ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പം തീറ്റ അല്ല ഫൈ ആണ്. തീറ്റ അല്ല ഫൈ ആണ് കേട്ടോ. അപ്പൊ ഫൈ ഡബ്ല്യു റേസ് ടു ടി എക്സ് പ്ലസ് ബി. ഫൈ ആട്ടോ, തീറ്റ അല്ല. ഫൈ ഡബ്ല്യു റേസ് ടു ടി എക്സ് പ്ലസ് ബി. ഇതായിരിക്കും നമ്മളെ MLP-യിലേക്ക് ഒരു ആക്ടിവേഷൻ ഫങ്ഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ സെയിം തന്നെയാണ് നമ്മൾ ആ ഒരു സിംഗിൾ ലെയറിലും കണ്ടിരിക്കുന്നത്. നമ്മൾ ലോജിസ്റ്റിക് ആക്ടിവേഷൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടായിരുന്നു. യെസ്, അതാണ് നമ്മൾ ഈ ഒരു മൾട്ടി ലെയർ പെർസെപ്ട്രോണിൽ പറയുന്നത്. അപ്പൊ സിംഗിൾ ലെയർ പെർസെപ്ട്രോണും മൾട്ടി ലെയർ പെർസെപ്ട്രോണിലെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മറ്റതിൽ 2 ലെയർ ഉണ്ടാവുള്ളൂ, ഇൻപുട്ടും ഔട്ട്പുട്ടും. ബട്ട് മൾട്ടി ലെയറിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്തുണ്ട്? ഇൻപുട്ടും ഉണ്ട്, ഹിഡൻ ലെയേഴ്സും ഉണ്ട്, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലെയേഴ്സും ഉണ്ട്. ദെൻ ആ ഒരു മൾട്ടി ലെയർ പെർസെപ്ട്രോൺ വർക്ക് ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരുന്നു? ബാക്ക് പ്രൊപ്പഗേഷൻസ് അൽഗോരിതത്തിന്റെ ബേസിലായിരുന്നു അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണ് ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം അല്ലെങ്കിൽ ബാക്ക് പ്രൊപ്പഗേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Okay, backpropagation is a technique used to optimize the weight of an MLP using the outputs as inputs. Okay, അതായത് ഒരു backpropagation എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ഒരു ടെക്നിക്കാണ്. അപ്പം ഈ MLP-യുടെ വെയ്റ്റ്സിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വെയ്റ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു വെയ്റ്റ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബാക്ക് പ്രൊപ്പഗേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു റാൻഡം വെയ്റ്റ്സ് ആണ് നമ്മൾ ഓരോ ഇൻപുട്ടിനും നമ്മൾ അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കണക്ഷൻസിന് നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു റാൻഡം വെയ്റ്റ്സ് ആണല്ലോ. അപ്പം ദിസ് റാൻഡം വെയ്റ്റ്സ് പ്രൊപ്പഗേറ്റ് വാല്യൂസ് ത്രൂ ദ നെറ്റ്വർക്ക് ടു പ്രൊഡ്യൂസ് ദ ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പം നാച്ചുറലി ദിസ് ഔട്ട്പുട്ട് വുഡ് ഡിഫർ ഫ്രം ദ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്. അപ്പം ഈ ബാക്ക് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ നമുക്കൊരു എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പം ഈ എക്സ്പെക്ടഡ് ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മളെ ഡിഫറൻസിനാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വാല്യൂസ് കാൾഡ് എറർ. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടും അതിനെ പോലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. അതിനാണ് നമുക്ക് എറർ എന്ന് വിളിക്കാൻ പറ്റും. Okay, അപ്പം ഈ back propagation refers to the process of sending these errors back through the network, readjusting the weights automatically so that eventually the error between the actual and the expected output is minimized. ഈ വെയിറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്ക് പ്രൊപ്പഗേഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ഈ വെയിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് വെയിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യിച്ചുകൊണ്ട് ഈ ഒരു എററിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് പ്രൊപ്പഗേഷൻസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ എറർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡിന്റെയും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിന്റെയും ആക്ച്വലിന്റെയും എക്സ്പെക്ടഡ് ഔട്ട്പുട്ടിന്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു വെയിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു എറേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മിനിമൈസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്, മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബാക്ക് പ്രൊപ്പഗേഷൻസ് മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. This continuous adjustment of the weight is supervised learning process called back propagation. Okay, അതായത് ഈ ഒരു continuous adjustment of the weight is a supposed learning process called back propagation. അപ്പം ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്, വെയിറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിനാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും until the correct output is produced. അപ്പം ആ ഒരു എറർ, എക്സ്പെക്ടഡിന്റെയും ആക്ച്വൽ ഔട്ട്പുട്ടിന്റെയും ആ ഒരു എറർ ഇല്ലേ, ആ ഒരു ഡിഫറൻസിന്റെ എറർ സോൾവ് ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ ടെക്നിക്സ് നമ്മൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ വെയിറ്റിനെ മിനിമൈസ് ചെയ്തിട്ട്, വെയിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എററിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻസ് യൂസ് ചെയ്യുന്നത്. ടു ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടു പാർട്സ് ഉണ്ട്. ടൈപ്സ് അല്ല, ടു പാർട്സ് ഉണ്ട്. ഒന്ന് ഫോർവേഡ് പാസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് പാസ്, ഓർ ഫോർവേഡ് ഫേസ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഫേസ്. ഇപ്പം ഈ ഫോർവേഡ് പാസിൽ എന്താന്ന് പറയുന്നത് വെച്ചാൽ ദ എക്സ്പെക്ട് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ദ ഗിവൺ ഇൻപുട്സ് ആർ ഇവാലുവേറ്റഡ്. നമുക്ക് എന്താണ് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട്, അതേപോലെ തന്നെ അതിന്റെ കറസ്പോണ്ടിങ് ഇൻപുട്സ് നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യും ഫോർവേഡ് പാസിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഫോർവേഡ് ഫേസിൽ. അപ്ലൈ ന്യൂറോൺസ് വെയിറ്റ് ആൻഡ് ആക്ടിവേഷൻ ഫങ്ഷൻസ് അലോങ് ദ വേ.
അവിടേക്ക് വെയിറ്റും ആക്ടിവേഷൻ ഫംഗ്ഷൻസും അപ്ലൈ ചെയ്യുന്നു ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് പ്രൊഡ്യൂസ് ഫ്രം ദ ഫൈനൽ ലെയറിൽ അവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഫോർവേഡ് പാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് പാസ് ആണ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഫേസ് ആണ്. ആ ബാക്ക്വേർഡ് ഫേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്കെ, ഈ ബാക്ക്വേർഡ് പാസിൽ അല്ലെങ്കിൽ ബാക്ക്വേർഡ് പേസിൽ എന്താന്ന് നടക്കുന്നത് വെച്ചാൽ is the partial derivatives of the cost function with respect to the different parameters are propagated back through the network. But the process continue until the error is at the lowest value. അതായത് the output signal compared with the free tangent value, difference in result that is error is propagated backwards in the network to modify the collections weight. അപ്പം ബാക്ക്വേർഡിൽ എന്താ വെച്ചാൽ ഹിയർ വി ആർ കമ്പയറിംഗ് അവർ ഔട്ട്പുട്ട് സിഗ്നൽസ് ദാറ്റ് വി ആർ ഒബ്റ്റെയിൻ ഫ്രം ദ ഫോർവേഡ് പേസ്. ഓക്കെ, അവിടുന്ന് ഫോർവേഡ് പേസിന് ഒബ്റ്റെയിൻ ചെയ്ത ഔട്ട്പുട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് ദ വെയിറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. എത്ര വെയിറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് അത് ചെയ്യുന്നില്ല, അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ ഓക്കെ സോറി, അതായത് ബാക്ക്വേർഡ് പാസ് എന്ന് പറഞ്ഞാൽ വി ആർ കമ്പയറിംഗ് അവർ ഔട്ട്പുട്ട് സിഗ്നൽസ് ദാറ്റ് വി ആർ ഒബ്റ്റെയിൻ ഫ്രം ദ ഫോർവേഡ് ഫേസ്. അതാണ് ബാക്ക്വേർഡ് പാസിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ ദ ഡിഫറൻസ് ഇൻ റിസൾട്ട്സ് ദാറ്റ് ഈസ് എറർ ഈസ് പ്രൊപ്പഗേറ്റഡ് ബാക്ക്വേർഡ്സ് ഇൻ ദ നെറ്റ്വർക്ക് ടു മോഡിഫൈ ദ കണക്ഷൻസ് വേ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു? ബാക്ക് പ്രൊപ്പഗേഷനെ കുറിച്ചായിരുന്നു. അപ്പൊ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഒരു ഇറർ ഫ്രീ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എറേഴ്സിനെ മിനിമൈസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മനസ്സിലായി? അല്ലെങ്കിൽ വെയിറ്റിനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എന്തെയും എറർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എറർ കുറഞ്ഞു വന്നിട്ട് ഒരു കറക്റ്റ് ഒരു ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ വെയിറ്റിന് നമുക്ക് എത്ര വെയിറ്റ് നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ എത്ര വെയിറ്റ് കുറച്ചാലാണ് നമുക്കൊരു ബെറ്റർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രാഡിയന്റ് ഡിസ്റ്റൻസ് മെത്തേഡ്. ദാറ്റ് ഈസ് ദ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഹൗ മച്ച് എ വെയിറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഈസ് നോൺ ആസ് ഗ്രാഡിയന്റ് ഡിസ്റ്റൻസ് മെത്തേഡ്. അതായത് എത്ര വെയിറ്റ് ചേഞ്ച് ചെയ്താലാണ് അല്ലെങ്കിൽ എത്ര വെയിറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു ഇറർ കുറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ എത്ര വെയിറ്റ് റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എത്ര വെയിറ്റ് കുറയ്ക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രാഡിയന്റ് ഡിസ്റ്റൻസ് മെത്തേഡ്. അപ്പൊ നമുക്ക് ഒരു ഫിഗറിലേക്ക് നോക്കാം. അപ്പൊ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാഡിയന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രാഡിയന്റ് ഡിസ്റ്റൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു വെയിറ്റ് മിനിമൈസ് ചെയ്യാന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ഗ്രാഫാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ഒരു ഡയറക്ഷൻ ഓഫ് ദ ഗ്രാഡിയന്റ് ഡയറക്ഷൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഇനീഷ്യൽ വെയിറ്റ് ഉണ്ട്. ഇനീഷ്യൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? W ആണ്. അപ്പം ഇനീഷ്യൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് അപ്ലൈ ചെയ്ത ആ ഒരു വെയിറ്റ് ആണ് W എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു വെയിറ്റ് W എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് വരികയാണ് ചെയ്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വെയിറ്റ് നമ്മൾ കുറച്ച് വന്ന് ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മിനിമം എററിലേക്ക് വരുന്നു ഒക്കെ മിനിമം എററിൽ എത്തിയിരിക്കും. നമ്മൾ ആ ഒരു വെയിറ്റിനെ ഈ ഒരു പോയിന്റ് നമ്മൾ കുറച്ച് ഈ ഒരു എത്തുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടാവും? ഒരു മിനിമം എറർ, നമ്മളെ ആ എറർ മിനിമം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ടാൻജന്റ് ഗാർഡിയൻ ഡിസ്റ്റൻസ് മെത്തേഡ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എറേഴ്സിനെ വെയിറ്റിനെ മിനിമൈസ് ചെയ്തിട്ട് വെയിറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എറേഴ്സിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. Okay, at any point on the surface of the curve, the gradient suggests how steeply the error will be reduced or increased for a change in the weight. Okay, മനസ്സിലായല്ലോ? അതായത് ആ ഒരു എറർ അല്ലെങ്കിൽ ഇനീഷ്യൽ വെയിറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഒരു അറ്റ് എ പോയിന്റിൽ ഒരു മിനിമം എറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതവിടെ നമുക്ക് ഒരു മിനിമം എറേഴ്സ് കിട്ടും. അവിടെയാണ് നമുക്ക് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഒരു ബാക്ക് പ്രൊപ്പഗേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ഇവിടെ പറയുന്നത്. അപ്പം ഈ ഒരു അൽഗോരിതത്തിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ഇൻപുട്ട് വെക്ടർ എക്സ് വേണം. അതേപോലെ തന്നെ ഇൻപുട്ട് പ്രൊപ്പഗേറ്റ്സ് ഫോർവേഡ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് വൈ ഇൻ ദ ഔട്ട്പുട്ട് ലെയർ. നമ്മൾ പറഞ്ഞു ഫ്രീ ഫോർവേഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്ത് ചെയ്യും? ഫോർവേഡ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് വൈ ഇൻ ദ ഔട്ട്പുട്ട് ലെയർ. ദ എറർ ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് എറർ ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ആ എറർ ഫംഗ്ഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ദ എറർ ഇസ് പ്രൊപ്പഗേറ്റഡ് ബാക്ക്വേർഡ്സ് ഇൻ ടു ദ നെറ്റ്വർക്ക്. ഓക്കെ, എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്ച്വൽ വെയിറ്റും അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്ടഡ് വെയിറ്റ് നമ്മുടെ ഡിഫറൻസിലാണ് എറർ. ആ എറർ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ബാക്ക്വേർഡ്സ് ഇൻ ദ നെറ്റ്വർക്ക്. then weights are adjusted accordingly then നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് വിച്ച് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡിസൈൻസ്
സോറി നമ്മളിപ്പോ പറഞ്ഞ ഫംഗ്ഷൻസ് ഏതായിരുന്നു ഗ്രാഡിയൻ. യെസ്, ആ ഗ്രാഡിയൻ ഡിസൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ വെയിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മിനിമം എറർ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദെൻ റിപ്പീറ്റ് ദിസ് പ്രോസസ് ആൻറ്റിൽ ദ ഫൈനൽ എറർ ഈസ് മിനിമം. ഓക്കെ, ഇതാണ് ബാക്ക് പ്രൊപ്പഗേഷൻസിന്റെ അൽഗോരിതം. ഓക്കെ, സിമ്പിൾ അല്ലേ? അതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനൊന്നും എക്സ്പാൻഡ് ചെയ്തിട്ട് പറഞ്ഞതാണ് ഇവിടെ. രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ടാവുന്നു, അവിടെ ഇൻപുട്ടിനെ പ്രൊപ്പഗേറ്റ്സ് ടു ഫോർവേഡ് ടു പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് വൈ ഇൻ ദ ഔട്ട്പുട്ട് ലെയർ. എറർ ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ആ എററിനെ എന്ത് ചെയ്യും, propagated backwards the network, then weights adjust ചെയ്യുന്നു, then repeat this process until the error is minimum. ഇതാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇപ്പൊ നമ്മള് സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ പറഞ്ഞു, മൾട്ടി ലെയർ പെർസെപ്ട്രോൺ പറഞ്ഞു. ആ മൾട്ടി ലെയർ പെർസെപ്ട്രോൺ ഫോളോ ചെയ്യുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻസ് അൽഗോരിതം ആണെന്ന് പറഞ്ഞു. അപ്പൊ ബാക്ക് പ്രൊപ്പഗേഷൻസ് അൽഗോരിതം എന്തിനാണ് യൂസ് ചെയ്യുന്നതും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഗ്രാഡിയൻ ഡിസ്റ്റൻസ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം. എന്താണ് ഈ ഒരു യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്? Okay, then mathematically speaking, any neural network architecture aims at finding the mathematical function y is equal to f of x that can map attributes x to output y. അപ്പൊ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ y is equal to f of x നമുക്ക് ഫൈൻഡ് ചെയ്യണം. എന്ത്? ദാറ്റ് ക്യാൻ മാപ്പ് ബൈ യൂസിങ് ഇതൊരു ആട്രിബ്യൂട്ട് എക്സും അതേപോലെ തന്നെ ഔട്ട്പുട്ട് വൈയും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ സോറി മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യണം. Okay, the accuracy of these functions, that is mapping, differs depending on the distributions of the data set and the architecture of the network employed. The function f of x can be arbitrarily complex. So എന്താണ് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം എന്ന് പറഞ്ഞാൽ, this theorem states that or tells us that neural network has a kind of universality. Okay, the neural network has a kind of universality, that is no matter what f of x is, there is a network that can approximately approach the result and do the job. This result hold for any number of inputs and output. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ആ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് എന്തുണ്ടാവും, ഒരു കൈൻഡ് ഓഫ് യൂണിവേഴ്സാലിറ്റി ഉണ്ടാവും. ഓക്കെ, യൂണിവേഴ്സാലിറ്റി ഒരു കൈൻഡ് ഓഫ് യൂണിവേഴ്സാലിറ്റി ഉണ്ടാവും. യൂണിവേഴ്സാലിറ്റി മീൻസ് ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ആ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു വൈ ഈക്വൽ എഫ് ഓഫ് എക്സ്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ എന്തോ ആയിക്കോട്ടെ, അവിടെ എന്തുണ്ടാവും, ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ക്യാൻ അപ്രോക്സിമേറ്റ്ലി അപ്രോച്ച് ദ റിസൾട്ട്. ആ റിസൾട്ടിനെ എന്ത് ചെയ്യും, approximately approach the result and do the job. Okay, this result hold for any number of inputs and output. അപ്പം ഈ ഒരു റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ക്യാൻ hold any number of inputs and output. ഇതാണ് യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം കൊണ്ട് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് എന്ത് ഫംഗ്ഷൻ, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ട്. അപ്പം എന്ത് ഫംഗ്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്തായിരിക്കും, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യൂണിവേഴ്സാലിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് ഏതൊരു ഫംഗ്ഷൻ, നോ മാറ്റർ ഏത് ഫംഗ്ഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അവിടെ ഒരു എന്തുണ്ടാവും, നെറ്റ്വർക്ക് ഉണ്ടാവും ദാറ്റ് ക്യാൻ അപ്രോക്സിമേറ്റ്ലി അപ്രോച്ച് ദ റിസൾട്ട് ആൻഡ് ഡു ദ ജോബ്. അവിടെ അതേപോലെ തന്നെ അതിൽ എന്തുണ്ടാവും, എനി നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. പെർസെപ്ട്രോൺസ്, ദെൻ സിംഗിൾ ലെയർ പെർസെപ്ട്രോൺ, മൾട്ടി ലെയർ പെർസെപ്ട്രോൺ. ആ മൾട്ടി ലെയർ പെർസെപ്ട്രോണിൽ വരുന്ന ബാക്ക് പ്രൊപ്പഗേഷൻസ് അൽഗോരിതം അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്ക്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു യൂണിവേഴ്സൽ അപ്രോക്സിമേഷൻ തിയറം. ഇത്രയാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.